ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണ്, മൂക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മിക്കവർക്കും വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ് കണ്ണ് വരയ്ക്കുക എന്നുള്ള കാര്യം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഇതിന് മുമ്പത്തെ പാർട്ട്, അതായത് പാർട്ട് 1 നമ്മൾ ഔട്ട്ലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, രണ്ടാമത്തെ പാർട്ട് നമ്മൾ ഹെയർ ഡ്രോയിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതായത് അത് കാണാത്തതുണ്ടെങ്കിൽ അത് കണ്ടിട്ട് അതുപോലെ ചെയ്യുക. എന്നിട്ട് ഈ മൂന്നാമത്തെ പാർട്ട് കണ്ടാൽ മതി. ഇപ്പോൾ നമ്മളൊരു ചിത്രം വരയ്ക്കുവാണെങ്കിൽ, ഒരു ഫേസ് വരയ്ക്കുവാണെങ്കിൽ നമ്മളതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു ഭാഗം തന്നെയാണ് കണ്ണെന്ന് പറയുന്നത്. ആ ഒരു കണ്ണ് എത്രത്തോളം നല്ല ഭംഗിയായിട്ട് വരയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നല്ല അടിപൊളിയായിട്ട് നിങ്ങൾ വരയ്ക്കുക. കാരണം ആ ഒരു ചിത്രത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗം, അല്ലെങ്കിൽ നല്ല ഒരു ചിത്രത്തിൻ്റെ ജീവൻ എന്ന് പറയുന്നത് തന്നെ അതിൻ്റെ കണ്ണാണ്. അപ്പം അത് മാക്സിമം നല്ലപോലെ വരയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഡ്രോ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം. അപ്പം കണ്ണ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് മെസ്സേജായിട്ട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. നമ്മൾ വരച്ച് തുടങ്ങിയിരിക്കുന്ന ആർട്ട് ലൈനിൻ്റെ 4B പെൻസിൽ ഉപയോഗിച്ചിട്ടാണ് വരച്ച് തുടങ്ങുന്നത്. അതായത് നിങ്ങൾ ഏത് ചിത്രം വരയ്ക്കുവാണെങ്കിലും ആദ്യം ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ച് വരച്ച് തുടങ്ങുക. ആദ്യമേ ഡാർക്ക്നെസ് കൂടിയ പെൻസിലൊന്നും യൂസ് ചെയ്യല്. അപ്പോൾ നമ്മൾ ആദ്യം 4B പെൻസിൽ ഉപയോഗിച്ച് വരച്ചിട്ട് പിന്നീട് അതിൻ്റെ മുകളിൽ കൂടെ 6B പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കുന്നുണ്ട്. അപ്പോൾ കണ്ണിന് കൃഷ്ണമണിക്ക് നല്ല ഡാർക്ക്നെസ് കൂടിയ ഭാഗമാണ്. അപ്പോൾ അതൊക്കെ ഈ പറഞ്ഞ പോലെ നമ്മൾ 6B പെൻസിൽ ഉപയോഗിച്ച് ഒന്നുകൂടെ ആ ഒരു ഡാർക്ക്നെസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ആ കണ്ണിന് കൃഷ്ണമണി ചെറിയൊരു ലൈറ്റ് അടിക്കുന്ന ഏരിയാസ് വരുന്നുണ്ട്, അത് നമ്മളവിടെ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുറ്റുമുള്ള ഭാഗത്തൊക്കെ നമ്മൾ 6B പെൻസിൽ ഉപയോഗിച്ച് തന്നെ വരച്ചിട്ട് പിന്നീട് പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ച് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാ ഭാഗത്തും പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാണ്ട് ബാക്കി ചുറ്റുമുള്ള ഭാഗത്തൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താലും മതി. ആ ഒരു റിയലിസ്റ്റിക് ആയിട്ട് കിട്ടുന്ന രീതിയിൽ നമുക്ക് അതുപോലെയൊക്കെ ചെയ്യണം. പിന്നീട് 2B പെൻസിൽ ഉപയോഗിച്ച് ഈ സൈഡിൽ കൂടെ ഞാൻ വരച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം വരയ്ക്കുന്നതൊക്കെ അതായത് ഒരുപാട് ഡാർക്ക്നെസ് ഇല്ലാത്ത ഭാഗത്തൊക്കെ നമുക്ക് 2B 4B അങ്ങനെയൊക്കെ ഉപയോഗിച്ചാൽ മതി. അപ്പം ആ രീതിയിൽ നിങ്ങൾക്ക് വരച്ചെടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ കണ്ണിന് ചുറ്റുമുള്ള ഭാഗത്തൊക്കെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ ഉള്ളിലോട്ട് ഒരുപാട് ആ ഒരു പെൻസിലിൻ്റെ ഷെയ്ഡിങ് പോകാണ്ട് നോക്കുക. പിന്നെ ഇടയ്ക്ക്, അതായത് നമ്മൾ കണ്ണിൻ്റെ ആ ചുറ്റും, അതായത് കൃഷ്ണമണിയുടെ ചുറ്റുമൊക്കെ ചെറിയൊരു ഷെയ്ഡിങ് ഒക്കെ വരുന്നുണ്ട്. അപ്പം അതൊക്കെ ഈ പറഞ്ഞ പോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ മതി, നിങ്ങളുടെ പെൻസിൽ ഡയറക്റ്റ് ഉപയോഗിക്കേണ്ട. അപ്പം ഒരുപാട് ഷെയ്ഡിങ് ആയിക്കഴിഞ്ഞാൽ ആ ഒരു ചിത്രം നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല. അപ്പം ഷെയ്ഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ഒരു രീതിക്ക് തന്നെ ചെയ്യുക. ഒരുപാട് ഷെയ്ഡിങ് ചെയ്യാണ്ട് എവിടെയൊക്കെയാണ് നമുക്ക് ഷെയ്ഡിങ് ആവശ്യം എന്ന് വരുന്നത് മനസ്സിലാക്കി ആ ഒരു രീതിക്ക് ചെയ്ത് പോയാൽ മതി. ഈ പറഞ്ഞ ഒരുപാട് ഷെയ്ഡ് ചെയ്യാൻ നിങ്ങൾ നിൽക്കണ്ട. പിന്നെ ഈ പറഞ്ഞ ഡാർക്ക്നെസ് കൂടിയ ഭാഗത്തൊക്കെ ഈ പറഞ്ഞ 6B പെൻസിൽ തന്നെ ഉപയോഗിച്ചാൽ മതി. അതുപോലെ 8B 10B ഒന്നും നമുക്ക് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ ഒരു കണ്ണിന് ചുറ്റുമുള്ള കുറച്ച് ഭാഗത്തൊക്കെ നമുക്ക് ഡാർക്ക്നെസ് കൂടിയ ഭാഗം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 6B പെൻസിൽ യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മളൊരു ഫേസൊക്കെ ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമുക്കൊരു 4B പെൻസിൽ ഉപയോഗിച്ചാൽ മതി. അല്ലെങ്കിൽ 2B പെൻസിലാണെങ്കിലും കുഴപ്പമില്ല. നമ്മളൊരു ലെയർ ചെയ്തിട്ട് അതിന് മുകളിൽ കൂടി അടുത്തൊരു ലെയറൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫോട്ടോയെ നോക്കിയിട്ട് വേണം, മനസ്സിലാക്കി വേണം നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ എത്രത്തോളം ഷെയ്ഡിങ് വരുന്നു എന്ന് മനസ്സിലാക്കി മാത്രം ചെയ്യുക. അപ്പോൾ നിങ്ങളൊരു ആദ്യമൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നീട് കുറച്ച് ഡ്രോയിങ് ഒക്കെ നിങ്ങൾ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഷെയ്ഡിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് തന്നെ ചെയ്യാനുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. കാരണം ആരും പറഞ്ഞു തന്നില്ലേ പോലും നിങ്ങൾക്ക് മനസ്സിലാക്കി ചെയ്യാനുള്ളൊരു കഴിവ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു ഈ പറഞ്ഞ പോലെ പ്രാക്ടീസ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ആ ഒരു കഴിവ് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കത്തുള്ളൂ. മിക്ക വീഡിയോയ്ക്കകത്ത് ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകാറുണ്ട്. നിങ്ങൾ ഡ്രോയിങ് പഠിക്കാൻ, നല്ല രീതിയിൽ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഡ്രോയിങ് പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ അതിനുവേണ്ടി കുറച്ച് സമയം നിങ്ങളൊരു ദിവസം മാറ്റി വെച്ചിട്ട് ആ ഒരു സമയത്ത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാമെന്ന് ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പം എത്ര പേര് അതുപോലെയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ കഴിഞ്ഞ ദിവസം ഒരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചൊരു കാര്യമായിരുന്നു, ഏത് ഗ്രിഡ് മേക്കർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ ഞാൻ ഡ്രോയിങ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആപ്ലിക്കേഷൻ്റെ പേരെന്ന് വെച്ചാൽ ഡ്രോയിങ് ഗ്രിഡ് മേക്കർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ ചാനലിൽ തന്നെ ആ ഒരു കാര്യത്തെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാവുന്നതാണ്. ഇതിനകത്ത് ഞാൻ 2 ആപ്ലിക്കേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ഗ്രിഡ് മേക്കർ ആപ്ലിക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാവുന്നതാണ്.
അപ്പോൾ നമ്മൾ 2 കണ്ണും ഇവിടെ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാമെന്ന് വെച്ചാൽ മൂക്കിൻ്റെ ഭാഗം ഒന്ന് ഷെയ്ഡ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ മൂക്കിൻ്റെ ഭാഗം ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള പെൻസിൽ ഉപയോഗിച്ച് ആദ്യം ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. പിന്നീട് ആ ഒരു പെൻസിൽ ഉപയോഗിച്ച് തന്നെ നമ്മൾ അടുത്ത ലെയർ കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ 4B പെൻസിലാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 2Bയും ഇങ്ങേ സൈഡിലോട്ട് കുറച്ച് ഭാഗം നമ്മൾ 2B പെൻസിലും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിൻ്റെ ഈ ഒരു സൈഡിലോട്ട് നോക്കുമ്പോൾ ഇവിടെയാണ് കൂടുതലും ഷെയ്ഡിങ് വരുന്നത്. കാരണം ഇവിടെയാണ് കുറച്ച് ഷാഡോസ് വരുന്ന ഭാഗങ്ങൾ. അതിൻ്റെ ഇങ്ങേ സൈഡിലോട്ട് വരുമ്പം കുറച്ച് ലൈറ്റ് ഇരിക്കുന്ന ഏരിയാസ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഒരുപാട് ഷെയ്ഡിങ് ചെയ്യുന്നില്ല, അവിടെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഫോട്ടോ നോക്കിയിട്ട് കറക്റ്റായിരുന്നു ചെയ്ത് പോവുക. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട് കഴിഞ്ഞതോടെ നിങ്ങൾക്ക് കണ്ണ് വരയ്ക്കാനും മൂക്ക് വരച്ച് ഷെയ്ഡ് ചെയ്യാനും ഒക്കെ പഠിച്ചെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്ന് വരച്ചിട്ട് നിങ്ങൾ തെറ്റിപ്പോവാണെങ്കിലും വീണ്ടും നിങ്ങൾ വരയ്ക്കുക. അപ്പം നിങ്ങൾക്ക് വരച്ച് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ നിങ്ങളൊരു ഫേസ് ഫുള്ളായിട്ട് വരയ്ക്കാണ്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണ് വരയ്ക്കുമ്പോൾ തെറ്റിപ്പോകുന്നത് ആ ഒരു ഭാഗം തന്നെ നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് വരയ്ക്കുക. അപ്പം കണ്ണാണെങ്കിൽ ആ ഒരു ഭാഗം തന്നെ വീണ്ടും വരയ്ക്കുക, മൂക്കാണെങ്കിൽ ആ ഒരു ഭാഗം തന്നെ വീണ്ടും വരയ്ക്കുക. ആ ഒരു കാര്യത്തിൽ നല്ല ഇമ്പ്രൂവ് ആയി വരുന്നിടം വരെ നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ട് ഇവിടെ കൊണ്ട് നിർത്തുവാണ്. അപ്പോൾ അടുത്തൊരു പാർട്ട് കൊണ്ട് നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഈസി ആയിട്ട് വരയ്ക്കാവുന്നുള്ളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മെസ്സേജായിട്ടോ ചോദിക്കാൻ നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാൻ നിങ്ങൾക്ക് യൂസ് ആകുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ പറഞ്ഞ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. അപ്പം അടുത്തൊരു പാർട്ട് കൊണ്ട് തന്നെ നമുക്ക് ഈ ഡ്രോയിങ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം.